അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ആണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ എടുത്തെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോളയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, വെള്ളരിക്ക ഉണ്ട്, മത്തങ്ങ ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഉള്ളത് മാങ്ങ. ഞാൻ പുളിക്ക് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളകുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ അവിയലിന് എടുത്തിരിക്കുന്നത്. നമ്മൾ അവിയലിന് സാധാരണയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഇത്ര പച്ചക്കറികളൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിയലിന് എടുക്കാത്ത പച്ചക്കറികളാണ്. വെണ്ടയ്ക്ക എടുക്കത്തില്ല, പാവയ്ക്ക എടുക്കത്തില്ല. പിന്നെ നമ്മൾ ബീട്രൂട്ട്, അത് ചില സ്ഥലങ്ങളിൽ ഇടും. പക്ഷേങ്കിൽ ബീട്രൂട്ട് ഇട്ട് കഴിയുമ്പോൾ കളറിന് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ബീട്രൂട്ട് ഇടും. പക്ഷേ സദ്യക്കൊക്കെ നമ്മൾ ബീട്രൂട്ട് ഇടാറില്ല. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും പച്ചക്കറിയാണ് അവിയലിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിയലിന് നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ പച്ചക്കറികളും ഒരേപോലെ തന്നെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിലാണ് ഞാൻ പച്ചക്കറി നീളത്തിൽ കട്ട് ചെയ്യിക്കുന്നത്. അതേപോലെ എല്ലാ പച്ചക്കറികളും ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കാം. കറിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചട്ടിയിലാണ് ഈ കറി വെക്കാൻ പോകുന്നത്. മുരിങ്ങക്കോലും മാങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ചട്ടിയിലിട്ട് കൊടുക്കാം. നാടൻ കറികളെല്ലാം ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം ചട്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അവിയലിന് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചക്കറി തന്നെ കുറച്ച് വെള്ളമുണ്ട്, വെള്ളം ഇറങ്ങും. അപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. പിന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ പറ്റിക്കാനായിട്ട് പോകണം. പിന്നെ ഒരുപാട് വെന്തുടഞ്ഞു പോയാലും അവിയലിന് അഴുക്കാണ്. അതുകൊണ്ട് വേവേം വേണം, എന്നാൽ വെന്തുടഞ്ഞും പോകരുത്. ഇതൊന്ന് ആവി കയറുന്ന സമയത്ത് നമുക്ക് ഈ മുരിങ്ങക്കോലും മാങ്ങ ഇടാം. കാരണം ഇതിന് രണ്ടിനും ഒത്തിരി വേവില്ല. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയ അരപ്പ് തയ്യാറാക്കാം. പിന്നെ അവിയലിന് വേണ്ടിയാണ് തേങ്ങ കൂടുതലെടുക്കുന്നതാണ് അവിയലിന് വളരെ നല്ല ടേസ്റ്റാണ്. കാരണം തേങ്ങ ഇതിന് കുറച്ച് വേണം. ഇപ്പം ഞാനിത് തേങ്ങ എടുത്തിരിക്കുന്നത് 3/4 മുറി തേങ്ങയാണ് ഞാൻ ചിരവി വെച്ചിരിക്കുന്നത്. 1 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് അര ടീസ്പൂണോളം ജീരകം വേണം, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നമുക്കിതെല്ലാം കൂടെ ചെറിയ മിക്സിയിലൊന്ന്, ഒത്തിരി ഫൈനായിട്ട് അരക്കില്ല, ഒന്ന് ക്രഷ് ചെയ്യാവുള്ളൂ. കണ്ടോ, ഇത്രയും പാരാവുള്ളൂ, ഒത്തിരി ഫൈനായിട്ട് അരക്കരുത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയായിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഒരു 10 ചുവന്നുള്ളിയും കറിവേപ്പിലയും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കറി അരപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അവസാനം ഇതിട്ട് മൂടി വെക്കും. അപ്പോൾ ഈ കറിക്ക് വളരെ നല്ലൊരു ടേസ്റ്റാണ്. ചുവന്നുള്ളിയും ചതച്ചിട്ടുണ്ട്. ഞാൻ ഇത് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്, കറിക്ക് ടേസ്റ്റ് കൂടും. ഇത് നന്നായി തിരുമുക, കൈ കൊണ്ട് തന്നെ തിരുമ്മി വെക്കുക. എന്നിട്ട് ഇത് നമുക്കിത് മാറ്റി വെക്കാം. കറിയുടെ അവസാനം നമുക്കിത് ചേർക്കാം. പച്ചക്കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള മുരിങ്ങക്കോലും മാങ്ങായും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പച്ചക്കറി എല്ലാം വേവും. മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം. നല്ല പുളിയുള്ള തൈര് ഉപയോഗിക്കുന്ന അവിയലിന് കുറച്ച് പുളി വേണം, എന്നാലാണ് അവിയലിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒത്തിരി വെന്തുടഞ്ഞു പോകരുത്, വേവുകയും വേണം.
എന്നാൽ ഒരുപാട് വെന്തുടഞ്ഞു പോകാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ചട്ടിയിൽ ഉള്ളവർ ചട്ടി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടി വെക്കുന്നതാണ് നാടൻ കറികൾക്കൊക്കെ വളരെ നല്ല ടേസ്റ്റാണ്. കഷ്ണങ്ങളെല്ലാം വെന്തോന്ന് നമുക്ക് നോക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ അടിയിലുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലോട്ട് ഈ അരപ്പ് ചേർക്കുവാണ്. മൂടി വെക്കാം. നമ്മുടെ അരപ്പ് വേവാനായിട്ട് മൂടി വെക്കാം. ഈ പച്ചക്കറി കട്ടിയതിൻ്റെ ആ താമസമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇതാണ് അവിയൽ. വളരെ ടേസ്റ്റുമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ്. പിന്നെ മിക്സ്ഡ് പച്ചക്കറി ആയതുകൊണ്ട് വളരെ ഗുണമുള്ളതുമാണ്. 2-3 മിനിറ്റ് ശേഷം അരപ്പ് വെന്തതിന് ശേഷം നമുക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കാം. അരപ്പ് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് അടിയിൽ. നിങ്ങൾക്ക് വെള്ളം, ചിലവർക്ക് ഇത് ഡ്രൈ ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അഥവാ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ചാറ് പോലെ ഇരിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും. ഉപ്പ് കുറവാണ്, ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇട്ട് കഴിയുമ്പോൾ എല്ലാം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വശത്തോട്ട് മാത്രമായിട്ട് ഉപ്പ് കാണും. ഞാൻ തീ ഓഫ് ചെയ്യാണ്, കാരണം അവിയൽ റെഡി ആയിട്ടുണ്ട്. കാരണം അതൊന്നും ഒത്തിരി വെന്ത് പോയിട്ടില്ല, എല്ലാം കറക്റ്റ് പാകമായിട്ട് ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, അതായത് ഈ കറി അവിയലിന് ഒരു ടേസ്റ്റ് കൂട്ടാൻ പറ്റിയ ഒരു ടിപ്സാണ്. 10 ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചതച്ചെടുത്തത് തിരുമ്മി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇങ്ങനെ തത്തി പൊത്തി വെക്കുവാണ്. എന്നിട്ട് മൂടി വെക്കുക. എന്നിട്ട് നമ്മളിപ്പം തീയെല്ലാം ഓഫ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ മൂടി വെച്ചതിന് ശേഷം, അതായത് ആ ആവിയിൽ വെന്തുകൊണ്ട് ആ ചുവന്നുള്ളിയൊക്കെ കറിവേപ്പിലൊക്കെ വേവും. അതിന് ശേഷം കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് ഇളക്കി ഒന്ന് കഴിച്ച് നോക്കിക്കേ, വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ അവിയൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വിഷു സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.